ഹായ് കൂട്ടുകാരി, കളി വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ചിന്നുമോൾ എന്ന കുഞ്ഞ് പൂമ്പാറ്റയെ കണ്ട കഥ കേട്ടാലോ? എല്ലാവരും റെഡിയല്ലേ? നിങ്ങൾ ആരെയും പൂമ്പാറ്റയെ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലോട്ട് പോവാം. ഒരിക്കൽ ഒരു വീട്ടിൽ ചിന്നുമോൾ എന്നൊരു കുഞ്ഞുണ്ടായിരുന്നു. ചിന്നുമോൾ എപ്പോഴും ഇങ്ങനെ ഓടിക്കളിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. അങ്ങനെ പുൽച്ചെടികളുടെയും എല്ലാത്തിനും ഇടയിൽ കൂടെ ഓടി നടക്കുമ്പോൾ ഒരു ഇലയിൽ ഒരു പുഴുവിനെ നമ്മുടെ ചിന്നുമോൾ കണ്ടു. പുഴുവിനെ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. പുഴുവിനിങ്ങനെ നോക്കി. പിറ്റേ ദിവസവും അവൾ അവിടെ വന്ന് നോക്കി. അപ്പോഴും ആ പുഴു അവിടെ തന്നെ ഇരിക്കുന്നു. പിറ്റേ ദിവസവും നമ്മുടെ ചിന്നുമോൾ അവിടെ വന്ന് നോക്കി. മൂന്നാമത്തെ ദിവസവും ചിന്നുമോൾ കണ്ടു ആ പുഴുവിനെ. അപ്പം അമ്മയോട് ചോദിച്ചു, അമ്മേ, എന്താ ഈ പുഴു ഇലയിൽ നിന്ന് പോവാത്തതെന്ന്. അപ്പം അമ്മ പറഞ്ഞു, അത് പുഴുവല്ലേ, അത് പോയിക്കോളും എന്ന് പറഞ്ഞ് ചിന്നുമോളോട് മറുപടി പറഞ്ഞു. പക്ഷെ ചിന്നുമോൾ ഇന്നാലും ദിവസം നോക്കുമായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം വന്ന് നോക്കിയപ്പോൾ ആ പുഴുവിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം വന്നു. എന്താണത്? നമ്മുടെ പൂമ്പാറ്റ. വളരെ അത്ഭുതം തോന്നി ആർക്ക്? ചിന്നുമോൾക്ക്. ചിന്നുമോൾക്ക് വളരെ സന്തോഷവും അത്ഭുതവും തോന്നി. ചിന്നുമോൾ മെല്ലെ ചിന്നുമോളുടെ വിരലുകളെടുത്ത് പൂമ്പാറ്റയുടെ അടുത്തോട്ട് വെച്ചു. അപ്പോൾ പൂമ്പാറ്റ മെല്ലെ പറന്ന് വന്ന് ചിന്നുമോളുടെ വിരലിലിരുന്നു. ചിന്നുമോൾക്ക് അപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ ചിന്നുമോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി, പുഴുവിൽ നിന്നാണ് നമ്മുടെ പൂമ്പാറ്റ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.